അല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങൾ കട്ടപ്പന ചെയ്യുമ്പോ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന വേഷം അഭിനയിച്ചിട്ട് ഞാനും ധർമ്മേട്ടനും കൂടി. അന്ന് ധർമ്മേട്ടന് 41 വയസ്സുണ്ട്. അതാണ് എന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന മോട്ടിവേഷൻ. പിന്നെ ഇതിൽ നമ്മള് ക്യാരക്ടറിന് ഒരു വേറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മള് ഓഡിയൻസ് പറയുമ്പോ നമ്മുടെ സലീമേട്ടൻ പറയണ്ടല്ലോ, അത് ഈ മുതുക്കൻ +2 പാസ്സാവാത്ത കരക്കാരുള്ള ചോദിക്കാറുണ്ട്. അത് പാസ്സായി പോകാനിട്ടാണ്. +2കാരന്റെ പ്രായമല്ല ചന്ദൂര്, വേറെ ചില ഇഷ്യൂസ് കൊണ്ട് പാസ്സാവാണ്ട് അങ്ങനെ +2 കണ്ടിന്യൂ ചെയ്യണമല്ലോ. അടിപൊളി. പിന്നെ ഞാനേ ആദ്യമായിട്ടാണ് ഒരു ഫിലിമിനെയും ഇത്രയധികം മീഡിയയിലാണ്. ഫുട്ബോളിന്റെ സമയത്ത് ഞാൻ ഇഷ്ടംമാതിരി മീഡിയന്റെ ഫ്രണ്ട് ഇരുന്നുണ്ട്. അത് ഫസ്റ്റ് ഡയറക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു PT മാഷിന്റെ ഒരു റോളുണ്ട്, ചെയ്യണം എന്ന് പറഞ്ഞു. അവിടെ പോലീസല്ല, വില്ലനായിട്ട് അഭിനയിക്കില്ല, അല്ലെങ്കിൽ മോദം കൊണ്ട് നേരം ചെയ്യാനേ. അപ്പോൾ വിഷ്ണു വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എൻ്റെ പടത്തിലാണ്. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം. അപ്പോൾ മണിഭായി പറയാറുണ്ട്, മണിഭായി പറയും, എടാ ഞാൻ 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ, ഞാൻ ഡോക്ടറായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ 5 കൊല്ലം തൊട്ട് ഒരു PT മാഷാവാന്ന് പറഞ്ഞു. ഞാൻ ഗ്രേറ്റ്, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു PT മാഷായിട്ട് പടത്തിൽ അഭിനയിക്കാൻ പറ്റില്ലോ. ഞാൻ മറ്റുള്ള റോളൊക്കെ ചെയ്യുന്നത് പടത്തിൽ വില്ലനായിട്ടും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അത് വിഷ്ണുവിനോടും അല്ല ഡയറക്ടറോടും നന്ദി. പ്രത്യേകിച്ച് മാസ്റ്റർ ഇരിക്കുന്നു ആ ഒരു ഫൈറ്റ് സീൻ. അപ്പം എന്നോട് ചോദിച്ചു എന്താണ് ഫേവറേറ്റ് ചോദിച്ചു, ഫുട്ബോളിൻ്റെ എന്തെങ്കിലും സ്കില്ലിടാൻ പറ്റും എന്താ ചോദിച്ചു. അത് എന്താ മാതിരി പോടാൻ പറ്റുന്നു ചോദിച്ചു. സാർ ട്രൈ ചെയ്യാം സാർ എന്ന് പറഞ്ഞു. അതാണ് കിട്ടിയത്. അത് സാറ് സൂപ്പറായിട്ട് എടുത്ത് വളരെ സന്തോഷം. ഇങ്ങനൊരു ഫിലിമിൽ എന്നെ വിളിച്ചു. ഇനി ഡയറക്ടറോടും അല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ, അവരോടും നന്ദി പറയണം. താങ്ക് യു വെരി മച്ച്. ഒരു തരി പോലും കോമഡി ചെയ്യാതെ ഇതിൽ ഒരു ആക്ഷൻ കാരണം സാധാരണ കോമഡി ആണല്ലോ കൂടുതലും ചെയ്യാൻ. അല്ല, എനിക്ക് എല്ലാവരും ചോദിച്ചു ആക്ഷൻ ഫുൾ ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ അതൊരു വെല്ലുവിളിയാണോ? പക്ഷെ എനിക്ക് അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടറിന് ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. ചന്തു എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു അച്ഛന്റെ മകനാണ്, പോലീസുകാരന്റെ മകനാണ്. അപ്പോ ചെറുപ്പത്തിലെ ആ ചന്തുവിനുണ്ടായ ട്രോമ ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ത്രൂ ഔട്ട്. അതാണ് ഇയാളുടെ ഒരു ഇമോഷൻ. അങ്ങനെയാണ് ശ്രീതേട്ടൻ എൻ്റെ അടുത്ത് ഞങ്ങൾ ഈ കഥ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയൊരു എന്താ പറയാ ഷെയ്ഡ് ക്യാരക്ടർ അത് പിടിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക്. അതെ അതെ തീർച്ചയായിട്ടും. വിഷ്ണു ഈ നമ്മുടെ പീറ്റർ കീൻ എന്ന് പറയുമ്പോൾ ലാലേട്ടയ്ക്ക് വേണ്ടി ചെയ്ത ആളാണ്. അപ്പൊ വിഷ്ണുവിന് വേണ്ടി ചെയ്യുമ്പോൾ വിഷ്ണു എത്രത്തോളം ഇത് എന്ത് ആവുന്ന ഒരു മനസ്സിൽ തോന്നലുണ്ടായിരുന്നു ഈ ഫസ്റ്റ് പീറ്റർ കീൻ ആണ് ഷെൻവാസ് എന്ന് പറയുന്നത്? നമുക്ക് സന്തോഷമാണല്ലോ, പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമൊന്നുള്ളതായിരുന്നു നമ്മുടെ ടെൻഷൻ. പക്ഷെ പുള്ളി സന്തോഷത്തോടുകൂടി വന്ന് ചെയ്ത് പുള്ളിക്ക് അതൊരു വെല്ലുവിളിയായിരുന്നു. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ ആക്ഷൻ എന്തായാലും ആക്ഷൻ സീക്വൻസുകൾ പടത്തിലുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒന്ന് കുറച്ച് എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യണം, ഒന്ന് ഫ്ലെക്സിബിൾ ആവണം, കരാട്ടയ്ക്ക് പോയാലോ എന്നൊക്കെ ഉണ്ടായി. കരാട്ടക്കാരിയുടെ വേഷത്തിന് ജയശ്രീ കോച്ചിങ്ങിന് പോയപ്പോൾ ഞാനും കൂടെ പോവുകയൊക്കെ ചെയ്തു. പക്ഷെ മാസ്റ്റർ ഇപ്പൊ കൺസീവ് ചെയ്തൊരു സാധനം മാസ്റ്റർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇത് +2 പഠിക്കുന്ന ഒരു പയ്യന് ഉണ്ടാവുന്ന ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത, ഒട്ടും കമ്പോസ്ഡ് അല്ലാത്ത ആ ഫീലാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ മാസ്റ്ററുടെ അസിസ്റ്റന്റ് ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് കമ്പോസ് ചെയ്യുമ്പോൾ അവൻ വന്ന് സ്റ്റൈലായിട്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ നിൽക്കുമ്പോൾ മാസ്റ്റർ വന്നിട്ട് ഏയ് ഇങ്ങനെ അല്ലടാ, ഇതെന്താ സൂപ്പർ ഹീറോ പടമാ എന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ പറഞ്ഞ അത്ര ആ ഒരു പോസ്റ്റർ വരരുതെന്ന് പറഞ്ഞിട്ട് വീഴാൻ പോണ പോലെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ സ്റ്റൈല് വന്നാലും മാസ്റ്റർ അത് കട്ട് ചെയ്തിട്ട് റീടേക്കാണ് പോണത്. അപ്പൊ അതാണ് എനിക്ക് വലിയ എളുപ്പം വരുന്നത്. സെക്കൻഡ് പാർട്ടിനോട് ത്രെഡ് ഇട്ടിട്ടാണ് ഇത് ക്ലൈമാക്സിൽ വരുന്നത്. അത് പറയുന്ന കുഴപ്പമില്ല. സെക്കൻഡ് പാർട്ട് ചാൻസ് സാധ്യത ഉണ്ടോ? ഉറപ്പായിട്ടും പീറ്റർ സാർ ചെയ്ത മിക്ക പടങ്ങളും സെക്കൻഡ് പാർട്ടില്ലേ, ബാഹുബലി, പുഷ്പ. അല്ല, ഈ ത്രെഡ് കിട്ടിയതാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച സമയത്ത് ഉണ്ടായ കുറെ ഇൻസിഡൻസിനെ വെച്ചിട്ട് തന്നെയാണ് ഈ ത്രെഡ് ഡെവലപ്പ് ചെയ്തത്. ഈ സിനിമയിലൊരു വലിയ മാറ്റം സംഭവിച്ചത് പീറ്റർ സാർ ഈ സിനിമയിലേക്ക് ഇന്നായപ്പോഴാണ്. ഞാൻ സാറിനോട് സ്റ്റോറി നരേറ്റ് ചെയ്തതിനു ശേഷം ചന്തുവിന്റെ ക്യാരക്ടറിൽ പിന്നീട് ഞങ്ങൾ കൺസീവ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ ഇപ്പം ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്റ്റോറി സാറിനടുത്ത് നരേറ്റ് ചെയ്തപ്പോൾ സാറ് തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞ പുള്ളിയുടെ ബാല്യത്തിലുണ്ടായിട്ടുള്ള കുറെ ഇൻസിഡൻസ് ഈ ചന്തു എന്നുള്ള ക്യാരക്ടർ ക്യാരി ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒന്ന് റീവർക്ക് ചെയ്തിട്ട് ഒരുപാട് ഇപ്പൊ തിയേറ്ററിൽ കണ്ട കുറെ റിഫ്ലക്ഷൻ ഷോട്ട്സ്. അപ്പൊ വിഷ്ണു കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പീറ്റർ സാറിൽ അങ്ങനത്തെ ഒരു
ഒരു വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഉണ്ട്, അല്ലെങ്കിൽ ചന്തു ഉണ്ട് സാറില്. അതാണ് സാറിന് ഈ പടത്തിലേക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കണ്ടന്റ്. വില്ലൻ കഥാപാത്രം ചെയ്യാനായിട്ട് ശരിക്കും ചന്തുവിനെ വിളിച്ചത് ചന്തുവിനെ? അല്ല, ചന്തു പണ്ട് പോലെ നമ്മുടെ ഫാമിലി മെമ്പറാണ്. അപ്പം അവനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തത്. അപ്പൊ ഞാൻ അവനിപ്പോ മഞ്ഞുമൽ വോയിസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ നമ്മുടെ ഡിസ്കഷൻ വന്നപ്പോൾ അവനാണ് പറഞ്ഞത്, ചേട്ടാ ഈ ക്യാരക്ടർ എനിക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്നെയാണ് വന്നത്. അവനത് നന്നായി ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പം കണ്ട ഓഡിയൻസ് പറയുന്നു. കാരണം കുറെ പേര് ഞാൻ ഫസ്റ്റ് ഇതിന്റെ ഒരു ടീസർ കണ്ടന്റ് പുറത്ത് വിട്ടപ്പോ, അല്ലെങ്കിൽ ചന്തുവിന്റെ റീസെന്റ് ഉള്ള കുറെ സ്റ്റിൽസിന്റെ ഇടയിൽ ഇവൻ ഒരു നെഗറ്റീവ് റോൾ ചെയ്താൽ പൊരിക്കും എന്നൊക്കെ പറഞ്ഞ കുറെ കമന്റ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സന്തോഷം തുടങ്ങി. അതും ഒരു വലിയ, പിന്നെ ഇവരുടെ ഹൈറ്റ് വേരിയേഷൻ ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് അല്ലേ. അപ്പോ അങ്ങനെ കുറെ നല്ല മൊമെന്റ്സ് ഉണ്ട് സിനിമയിൽ. ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവസാനത്തെ ആ ഫൈറ്റിലൊക്കെ അല്ലെ, ഒരു കോമ്പിനേഷൻ, വിഷ്ണുവായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ചാടി അമ്പയുന്നൊരു സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ അത് പുറത്തു പറയുന്നില്ല. ഇതിനെ പറ്റി എന്താണ് ശരിക്കും ഇങ്ങനെ ഒരു കഥ കേട്ടപ്പോൾ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന കരാട്ടെ അറിയുന്ന കുട്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഫൈറ്റിന്റെ സീക്വൻസ് ഒക്കെ ലാസ്റ്റ് പ്ലാനിൽ വന്നപ്പോൾ പീറ്റർ ഗിൻസർ വന്നപ്പോൾ ഉള്ള മാറ്റങ്ങളാണ്. അത് നമ്മൾ സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഇല്ല, പക്ഷെ ഇങ്ങനെ ഫൈറ്റ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞത് ഫസ്റ്റ് ഇൻട്രോയിൽ വരുന്ന ആ കരാട്ടെ വരുന്ന സീനാണ്. അപ്പൊ അതിനുവേണ്ടി ട്രെയിനിങ് എടുക്കാം എന്നുള്ളൊരു തോട്ടാണ് ഫസ്റ്റ് കേട്ടപ്പോൾ തോന്നിയത്. ശ്രീധരനും വിഷ്ണുവിനും അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ ടീം എന്നെ അത് വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതിന്ന് തിയേറ്ററിൽ എത്തി വർക്കായി. ഫസ്റ്റ് ആ വാക്ക് കേട്ടപ്പോൾ ഞെട്ടിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷമുണ്ട്. എല്ലാവർക്കും തിയേറ്ററിൽ കാണുമ്പോൾ അത് എക്സ്പീരിയൻസിനെ പറ്റും, വർക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മാസ്റ്ററിന്റെ കൂടെ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഈ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. മാസ്റ്ററിന്റെ ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക് യു മാസ്റ്റർ. ആ സീൻ ഇപ്പൊ ഇങ്ങനെ ഒരു പറഞ്ഞതിന്റെ എന്താ പറയുക ഇൻസ്ട്രക്ഷനും എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. അതുപോലെ ശ്രീധരനായാലും വിഷ്ണുനായാലും വിദ്യ ഒപ്പം വർക്ക് ചെയ്ത് എല്ലാവരെയും ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് കൊണ്ടാണല്ലോ എല്ലാം വർക്ക് ആവുന്നത്. അതിന് എല്ലാവരോടും ആ സപ്പോർട്ടിന് താങ്ക് യു. ഇപ്പോൾ ഈ വന്ന എല്ലാവരോടും സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്.